അനന്തൻ, ഇപ്പോൾ അനൂപ് ജേക്കബ് വേറെ നേരമായി കന്റോൺമെന്റ് ഹൗസിൽ ഉണ്ട്. മാണി സി കാപ്പനുണ്ട്. എന്തുള്ളിൽ നടക്കുന്നു? ഇപ്പോൾ വലിയ തിരക്കിലാണ് അകത്ത് നിയുക്ത മുഖ്യമന്ത്രി ഉള്ളത്. രാജ്ഭവനുമായുള്ള കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിന്റെ ഓഫീസ് സ്വാഭാവികമായും ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുമുണ്ടാകും. എപ്പോൾ രാജ്ഭവൻ എന്നത് ഇപ്പോൾ ലോക് ഭവനാണല്ലോ, ലോക് ഭവനിലേക്ക് എപ്പോൾ പോകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ടോ? രതീഷ്, ഇപ്പോഴും സമയം നീളുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ എപ്പോൾ ഇറങ്ങും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. നമ്മളിങ്ങനെ നേരത്തെ സി എമ്മിൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ട് ലോക് ഭവനിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ആയില്ല എന്ന് പറഞ്ഞു. അല്പസമയം മുമ്പ് 4-നും 5-നും ഇടയ്ക്ക് ഒരു സമയം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ലോക് ഭവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് 4:30-ക്കും 5:30-ക്കും ഇടയ്ക്ക് വന്നാൽ സൗകര്യമാണ് എന്ന് അറിയിച്ചു. അങ്ങനെ ആ ടൈം നീണ്ടുപോവുകയാണ്. അനൂപ് ജേക്കബും മാണി സി കാപ്പനും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇതുവരെയും പൂർത്തിയായിട്ടില്ല. നേരത്തെ വന്ന ലീഗിന്റെ നേതാക്കളും ഒക്കെ സി എമ്മിനെ കണ്ട് മടങ്ങിയിട്ടുണ്ട്. ഏതായാലും ചർച്ച പുരോഗമിക്കുകയാണ്. എന്താണ് ഇനി ഏറ്റവും അവസാനത്തെ ഒരൊറ്റ കുരുക്ക്? ആ കുരുക്ക് നമ്മളൊക്കെ അറിയാലോ, UDFന്റെ മന്ത്രിസഭാ രൂപീകരണം എന്ന് പറയുന്ന വലിയ അഴിയ കുരുക്കെന്നാണ് വിശേഷിപ്പിക്കാറ്. അതിങ്ങനെ എല്ലാം അഴിച്ച് വരുമ്പോൾ അവസാനം ഒരു നോട്ട് കിടക്കും. ആ നോട്ടാണ് ഇപ്പോൾ അഴിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനകത്ത് നമുക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശം കൂടി ഗവർണർ വെച്ചിട്ടുണ്ട്. ഒരു രസകരമായ കൗതുകകരമായ കാര്യമാണ്. ഗവർണർ കർശനമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഞാനും എൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമേ ആ വേദിയിൽ ഉണ്ടാകൂ. തമിഴ്നാട്ടിലെ പോലെ എല്ലാവരും കയറി ആ വേദിയിൽ ഇരിക്കരുത്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി, അങ്ങനെ വലിയ കോൺഗ്രസിന്റെ ദേശീയ നേതൃനിര, പ്രിയങ്ക ഗാന്ധി അടക്കം കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാന നഗരത്തിലേക്ക് എത്തുന്നുണ്ട്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വേദിയിലുണ്ടായിരുന്നു. അത് ഒരു പക്ഷേ ഗവർണർ നോട്ട് ചെയ്തിട്ടുണ്ടാകാം. ഇപ്പോൾ കേരളത്തിൽ UDFന്റെ 10 വർഷത്തിന് ശേഷമുള്ള സർക്കാർ വരുമ്പോൾ കേരളത്തിൽ നിന്ന് തന്നെയുള്ള പാർലമെന്റ് മെമ്പറായ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് അവരെ ഒഴിവാക്കാനാണോ ഇങ്ങനൊരു ഒരു രീതി? താഴെ ഇരിക്കേണ്ടി വരും. അതായത് ഇനിയിപ്പോൾ വിജയ് എത്തിയിട്ടുണ്ടെങ്കിൽ കൂടി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പറ്റിപ്പോയ ഒരു സംഭവത്തെ തുടർന്ന് വിജയിനെ താഴെ ഇരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാനും എൻ്റെ ക്യാബിനറ്റും മാത്രമേ പാടൂ. അത് നമുക്കത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടും കൂടെ കൊടുക്കാവുന്നതാണ്. അതായത് നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഗവർണറും സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം, അതായത് 21 പേരും ഗവർണറും മാത്രമേ വേദിയിൽ ഉണ്ടാകാവൂ. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ താഴെ ഇരുന്ന് സത്യപ്രതിജ്ഞ കാണേണ്ടി വരും എന്നുള്ള നിലപാടിലേക്കാണ് ലോക് ഭവൻ, തിരുവനന്തപുരം ലോക് ഭവൻ, കേരള ലോക് ഭവൻ പോയിരിക്കുന്നത്. സാധാരണ നിലയിൽ ഒരു കീഴ്വഴക്കമായി മറ്റു പലയിടങ്ങളിലും അത് മാറിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ കുറച്ച് ആവേശമായി പോയല്ലോ. തമിഴ്നാട്ടിൽ മൊത്തത്തിൽ ആവേശത്തിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. അവിടെ വലിയ ആഘോഷമായിരുന്നു. പൊങ്കലൊക്കെ നടക്കുന്ന പോലത്തെ ആവേശമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ആ സ്റ്റേജിൽ കയറിയിരുന്നു. അതുപോലെ അങ്ങനെ മറ്റാരും ഇവിടെ വേണ്ടതില്ല എന്നുള്ളതാണ്. അതാ പറഞ്ഞ് വിജയ് വന്നാലും ഈ പറയുന്ന സത്യപ്രതിജ്ഞ താഴെ ഇരുന്ന് കാണേണ്ടി വരും. മന്ത്രിമാർ, മുഖ്യമന്ത്രി, ഗവർണർ, മറ്റാരും അവിടെ ഉണ്ടാകില്ല. ഇത്രയും ആളുകളെ മാത്രം. അത് സ്റ്റേജിന് ഉള്ള ക്രമീകരണങ്ങൾ അങ്ങനെ വേണമെന്നുള്ള നിർദ്ദേശം രാജ്ഭവൻ നിർദ്ദേശമായി തന്നെ സർക്കാരിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ആ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള ക്രമീകരണമാണ്. അതായത് 21+1 ഗവർണർ കൂടെ കൂട്ടി 22 കസേരയെ ആ വേദിയിലുണ്ടാകും. ബാക്കിയുള്ളവർക്ക് താഴെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. VIP-കൾക്ക് പ്രത്യേക ഒരു പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. VIP-കൾ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു വരുന്ന അതിഥികൾക്കായി പ്രത്യേക പവലിയനുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾക്ക്, സാധാരണക്കാരായി വരുന്ന ആളുകൾക്ക് ഈ 12,000 പാസുകളും അനുവദിച്ചിട്ടുണ്ട്. അവർക്ക് കിടക്കാം. പക്ഷേ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്, നേരത്തെ പാലോട് രവി സംസാരിച്ചിരുന്നു, KPC വൈസ് പ്രസിഡന്റ്, ഈ സംഘാടനത്തിൻ്റെയൊക്കെ ചുമതല പാലോട് രവിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത് ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത്രയും ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ വാഹനങ്ങളൊക്കെ എവിടെ ഇടും എന്നുള്ളതാണ്. പണ്ട് സെക്രട്ടേറിയറ്റ് വളയിലിന് LDF പ്രവർത്തകർ വന്നപ്പോൾ തിരുവനന്തപുരത്തുണ്ടായതുപോലത്തെ പ്രതിസന്ധി നാളെ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. കാരണം സെക്രട്ടേറിയറ്റിന്റെ തൊട്ടപ്പുറയാണ് ഈ സെൻട്രൽ സ്റ്റേഡിയം ഉള്ളത്. ഏതായാലും അതിലേക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കണമല്ലോ. ഗവർണർക്ക് ഒരു കത്ത് കൊടുക്കണമല്ലോ, ലിസ്റ്റും കൊടുക്കണമല്ലോ. ഇപ്പോൾ ഏതായാലും അതിന്റെ കുരുക്കഴിക്കുമ്പോൾ വലിയ അതിനിടയിൽ എത്രയോ സമ്മർദ്ദം ഈ കന്റോൺമെന്റ് ഹൗസ് അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ലത്തീൻ സഭ, ഒരു ഭാഗത്ത് ശിവഗിരി മഠം. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ശിവഗിരി മഠത്തിലെ ആത്മീയാചാര്യന്മാർ, ശിവഗിരി മഠം പ്രസിഡന്റ് അടക്കം ഇവിടെ വന്നിട്ട് അവരൊരു ഉപാധി, കൂടുതൽ പ്രാതിനിധ്യം വേണം എന്ന, സാമുദായികമായ പ്രാതിനിധ്യം വേണമെന്നുള്ളൊരു അഭിപ്രായം അവർ പരസ്യമായി പ്രകടിപ്പിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ നിന്ന് സാമുദായിക വിഭാഗങ്ങളുടെയൊക്കെ സമ്മർദ്ദം, ഓരോ MLA-മാർക്ക് വേണ്ടിയും അവരുടെ താല്പര്യമുള്ള പ്രാതിനിധ്യം
ക്യാബിനറ്റിൽ ഉണ്ടാകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒരുവിധം മറികടന്നെത്തുമ്പോഴാണ് മാണി സി കാപ്പനും അനൂപ് ജേക്കബും തമ്മിലുള്ള അല്ലെങ്കിൽ അവർ തമ്മിൽ പങ്കിടാൻ ഈ വകുപ്പ് പങ്കിടുന്നത് സംബന്ധിച്ചുള്ള ഒരു തർക്കം അല്ലെങ്കിൽ അതിലെ അനിഷ്ടം പ്രകടമായത്. അത് ഏറ്റവും ഒടുവിൽ അത് വി ഡി സതീശൻ ഒറ്റയ്ക്ക് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അനൂപ് ജേക്കബുമായിട്ടുള്ള ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് മാണി സി കാപ്പനെ കൂടി വിളിച്ചു വരുത്തിയത്. മാണി സി കാപ്പനാണ് മുന്നോട്ടൊരു പോംവഴി വെച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തന്നാൽ, അതായത് നിങ്ങളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്തത് പാലായിലേക്ക് കൊടിവെച്ച കാർ വരുമെന്നായിരുന്നു. അതിപ്പോൾ തൽക്കാലം ഇല്ലല്ലോ. അപ്പോൾ 2.5 വർഷം എനിക്ക് അതിനുവേണ്ടി കാത്തിരിക്കാൻ വയ്യ. നാളെ പാലാക്കാർ എന്നോട് ചോദിക്കും, എല്ലാവരും കൊടിവെച്ച കാറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തപ്പെട്ട കൊടിവെച്ച കാറിന്റെ അതൊരു നേതാവിന്റെ നിരാശയാണ്. അപ്പോൾ ആ നിരാശയ്ക്ക് വഴങ്ങാൻ ഒട്ടും താൻ തയ്യാറല്ല എന്ന നിലപാടായിരുന്നു രാവിലെ മുതൽ മാണി സി കാപ്പൻ്റേത്. അതുകൊണ്ടാണ് അദ്ദേഹം ഓടി നടക്കുകയായിരുന്നു. തലസ്ഥാന നഗരത്തിൽ അദ്ദേഹം ഇന്ന് രാവിലെ പോയി കാണാത്ത, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരെ പോയി കാണാത്ത ഒരാൾ പോലുമില്ല. ആരെ കൊണ്ടൊക്കെ ഈ സർക്കാരിൽ ഈ UDF-ൽ സമ്മർദ്ദം ചെലുത്തിക്കാമോ അവരെ എല്ലാം കൊണ്ട് സമ്മർദ്ദം ചെലുപ്പിച്ചിട്ടാണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു പോംവഴി മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വനിതാ നേതാവിന് ഒരു ക്യാബിനറ്റ് റാങ്ക് പദവി നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യമാണ് ഈ നിമിഷത്തിൽ, അവസാന നിമിഷത്തിൽ ഒരു ട്വിസ്റ്റായി, സസ്പെൻസായി നിലനിൽക്കുന്നത്. അല്പസമയത്തിനകം അതിന്റെ കുരുക്കഴിയും. അതിലെ ഒരു തീരുമാനം നമുക്ക് അറിയാൻ കഴിയും.